ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് 4k വെർട്ടീസസ്, ലെങ്ത് ഓഫ് മേജർ ആൻഡ് മൈനർ ആക്സിസ്, എക്സെൻട്രിസിറ്റി ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് ദ എലിപ്സ്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? എലിപ്സിൻ്റെ ഇക്വേഷൻ പോലെ തന്നെയാണ്. എക്സ് സ്ക്വയർ ബൈ സംതിങ് പ്ലസ് വൈ സ്ക്വയർ ബൈ സംതിങ് ഈക്വൽ ടു 1. ഡിനോമിനേറ്റേഴ്സ് നോക്കാം. ഇതിലെ ഡിനോമിനേറ്റേഴ്സിൽ ഏതാണ് വലുത്? 25 ആണ് വലുത്. വലുതാരാണോ നമ്മളത് എ സ്ക്വയർ എന്ന് ഡിനോട്ട് ചെയ്യണം. 25 ആണ് എ സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞ ആൾ ചെറിയ ആളാണ്. ബി സ്ക്വയർ 4 ആണ്. ഇനി ഇതൊന്ന് വായിച്ച്, അപ്പോഴല്ലേ ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്ന് മനസ്സിലാവുള്ളൂ. 4 ചെറിയ ആളായതുകൊണ്ട് ആൾ ബി സ്ക്വയറും, 25 വലിയ ആളായതുകൊണ്ട് അത് എ സ്ക്വയറും. വായിച്ച്, എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. ശരിയല്ലേ? എങ്ങനെയാണ് വരുന്നത്? എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ അങ്ങനെ വരുന്നത്. വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. ഇത് ടൈപ്പ് 2 എലിപ്സ് ആണ്. ടൈപ്പ് 2 എലിപ്സ് ആണ്. ഡയഗ്രാം ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് ടൈപ്പ് 2 എലിപ്സിൻ്റെ ഡയഗ്രാം വരുന്നത്? ടൈപ്പ് 2 എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്സ് ആക്സും വൈ ആക്സിസും വരയ്ക്കട്ടെ ആദ്യം തന്നെ. ഇങ്ങനെയാണ് നമ്മളെ ടൈപ്പ് 2 എലിപ്സ്. ഇത് റഫായിട്ട് വരയ്ക്കുന്നതാണ്. അതായത് വിഡ്ത്ത് വൈ ആക്സിസ് കൂടുതൽ വൈ ആക്സിസിലായിരിക്കും. വിഡ്ത്ത് കൂടുതൽ വരുന്നത് എവിടെയാണ്? വൈ ആക്സിസിൽ. ഇങ്ങനെ വരും. ഇത് റഫായിട്ട് വരച്ചതാണ്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പോൾ ഇവിടെ വെർട്ടീസസ് വരുന്നത് എവിടെയാണെന്ന് അറിയാമോ? വെർട്ടീസസ് വരുന്നത് വൈ ആക്സിസിലാണ് കൂടുതലും സ്പ്രെഡ് ആയിരിക്കുന്നത്. അപ്പോൾ വൈ ആക്സിസിലാണ് വെർട്ടീസസ് വരുന്നത്. വെർട്ടീസസ് പ്ലസ് ഓർ മൈനസ് എ, അതിൽ യാതൊരു സംശയമില്ല. വെർട്ടീസസ് കോർഡിനേറ്റ് ആയിട്ട് എഴുതണം. വൈ ആക്സിസിലായതുകൊണ്ട് 0, പ്ലസ് ഓർ മൈനസ് എ എന്ന് എഴുതണം. വെർട്ടീസസ് പ്ലസ് ഓർ മൈനസ് എ ആണ് നമ്മൾ ബൈ ഹാർട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷെ കോർഡിനേറ്റ് ആയിട്ട് എഴുതുമ്പോൾ 0, പ്ലസ് ഓർ മൈനസ് എ എന്ന് വേണം എഴുതാൻ. വെർട്ടീസസ് വരുന്നത് വൈ ആക്സിസിലാണ്. 0, പ്ലസ് ഓർ മൈനസ് എ, ദാറ്റ് ഈസ് 0, പ്ലസ് ഓർ മൈനസ് എ സ്ക്വയർ 25. അവിടെ എഴുതി വെച്ചേക്കാം അല്ലേ? എ സ്ക്വയർ 25 ആകുമ്പോൾ എ 5ഉം ബി സ്ക്വയർ 4 ആകുമ്പോൾ ബി 2 ആണ്. ഇവിടെ എഴുതി വെച്ചേക്കാം. 0, പ്ലസ് ഓർ മൈനസ് എ എന്ന് പറഞ്ഞാൽ 5. 0, പ്ലസ് ഓർ മൈനസ് 5 ആണ് വെർട്ടീസസ്. ഇനി 4k കണ്ടുപിടിക്കണം. 4k മേജർ ആക്സിസ്, അതായത് വിഡ്ത്ത് കൂടുതലുള്ള ആക്സിസിൽ തന്നെയാണ് 4k വരുന്നത്. പ്ലസ് ഓർ മൈനസ് സിയിലാണ് 4k. ഇത് പ്ലസ് സി, ഇത് മൈനസ് സി. 4k വരുന്നത് പ്ലസ് ഓർ മൈനസ് സിയിലാണ്. സി വേണോ അല്ലേ? അപ്പോൾ സി കാണേണ്ടി വരും നമുക്ക്. അപ്പോൾ സി കാണണമെങ്കിൽ ഫോർമുല റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എ സ്ക്വയർ 25ഉം ബി സ്ക്വയർ 4ഉം. എ സ്ക്വയർ 25, ബി സ്ക്വയർ 4. അപ്പോൾ സി ഈക്വൽ റൂട്ട് 21 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? സി ഈക്വൽ റൂട്ട് 21. അപ്പോൾ നമുക്ക് 4k എഴുതാമല്ലോ. ഇവിടെ 4k ആർ അറ്റ് 0, പ്ലസ് ഓർ മൈനസ് സി എന്നാണ് വരാം. 0, പ്ലസ് ഓർ മൈനസ് സി വൈ ആക്സിസിലാണ് 4k. ഇപ്പോൾ 0, പ്ലസ് ഓർ മൈനസ് റൂട്ട് 21. ഇതാണ് 4k. ഇനി ഏതാണ് വരുന്നത്? ഇനി നമുക്ക് വേണ്ടത് മേജർ ആക്സിസും മൈനർ ആക്സിസും. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് നമ്മൾ ബൈ ഹാർട്ടാണ്. ഫിഗറിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. 2a അല്ലേ? മേജർ ആക്സിസ് കാണാനുള്ള ഫോർമുല 2a ആണ്. ജോമെട്രിക്കൽ മീനിങ് ഒക്കെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. രണ്ടാമത് പറയണ്ടല്ലോ. 2a ഇന് മേജർ ആക്സിസ്. എ എന്ന് പറഞ്ഞാൽ 5 ആണല്ലോ. ഇവിടെ 2 × 5 10 വരും. ഇനി ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ഫോർമുല വരുന്നത് 2b ആണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണല്ലോ. 2 × 2 4. ഇനി നമുക്ക് എക്സിൻട്രിസിറ്റി കാണാൻ പറയുന്നുണ്ട്.
എക്സിൻട്രിസിറ്റി സി ബൈ എ ആണ് ഫോർമുല. സി √21 ബൈ എ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5. ഇനി ലാറ്റസ് റെക്റ്റം, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2b² ബൈ എ ആണ് ഫോർമുല. 2 ഇൻറ്റു b² 4 അല്ലേ, ബൈ എ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്, കാണുന്നുണ്ടല്ലോ, എ 5 ആണ്. ദാറ്റ് ഈസ് 8/5 ആണ് ലാറ്റസ് റെക്റ്റം. ഓക്കെ, ക്ലിയർ.